Tushalayam is a project very close to my heart. As a person who runs an architectural and interior designing firm, it is a rare blessing to work with a client who places complete trust in my vision. When ideas flow freely and are nurtured by trust, design becomes an effortless dance of creativity. This house stands as a testament to that harmony. ഒരു വീട് വയ്ക്കണം എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ആയിട്ട് മിസ്റ്റർ തുഷാന്ത് എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ആളുടെ കയ്യിലൊരു 20 സെൻറ്റ്സ് ലാൻഡാണ് ഉണ്ടായിരുന്നത്. കൊല്ലം ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ലാൻഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4 ബെഡ്റൂം വേണം, ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് വേണം, 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിലുള്ള മുറ്റം വേണം, ചെറിയൊരു പച്ചക്കറി തോട്ടം വേണം. അങ്ങനെയുള്ള വളരെ മിനിമൽ രീതിയിലുള്ള ഒരു ബേസിക് റിക്വയർമെൻ്റ് ആയിരുന്നു തുഷാന്തിന് ഉണ്ടായിരുന്നത്. പിന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രോപ്പിക്കൽ ശൈലിയിലുള്ള വീടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ക്ലയൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ക്ലയൻറ്റിന് ബേസിക്കലി നമ്മളോട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്ന റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതൊരു മോഡേൺ ട്രോപ്പിക്കൽ സ്വഭാവമുള്ളൊരു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ മോഡേൺ ട്രോപ്പിക്കൽ ശൈലിയിലുള്ളൊരു വീട് എന്ന് പറയുമ്പോൾ അതിനൊത്തിരി ബെനഫിറ്റ്സ് ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും നാളും നമ്മളുടെ കേരളീയ തനിമ ഉള്ളൊരു വീട് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ട്രഡീഷണൽ ടച്ചുള്ളൊരു വീടായിരിക്കും നമ്മളുടെ എല്ലാവരുടെ മൈൻഡിലേക്ക് വരിക. അപ്പോൾ അങ്ങനത്തെ ഉള്ള വീടിന് എപ്പോഴും ഒരു ഹോം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മളുടെ മൈൻഡിൽ എല്ലാവരും ഉണ്ട്. പിന്നെ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് നമ്മളുടെ ഒരു അൺപ്രഡിക്റ്റബിൾ വെതറാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ള ഭയങ്കര ഹാർഷായിട്ടുള്ള സൺലൈറ്റും എല്ലാം കാരണം നമുക്ക് ചില സമയങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും, ചില സമയത്ത് ഭയങ്കര മഴ പെയ്തിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മളുടെ വീടിനുള്ളിൽ ഫേസ് ചെയ്യാതിരിക്കാൻ ഈ കേരള സ്റ്റൈൽ അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിലുള്ള വീടുകൾ നമ്മളെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരെക്സ്റ്റെൻറ്റ് വരെ ഈ ട്രോപ്പിക്കൽ ശൈലിയിലുള്ള വീടുകളും ഈ സെയിം സ്വഭാവം തന്നെ ഉള്ളതാണ്. ലൈക്ക് നമുക്ക് കുറേ എക്സ്റ്റെൻഡ് റൂഫുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ നമ്മളുടെ വീട് ഇഷ്ടിക വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് നമ്മളുടെ വീട്ടിലുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഒരു പ്രൊട്ടക്ഷനും എല്ലാം ഉള്ള ഒരു വീട് തന്നെയാണിത്. നമ്മൾ ഈ വീടിന് ലാൻഡ്സ്കേപ്പിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് അകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും. ഇത് 20 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മളാകെ വീടിന് വേണ്ടി 3200 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ടുള്ളത് 2 ഫ്ലോറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആക്ച്വൽ ഫുട് പ്രിൻറ്റ് വീടിൻ്റെ വളരെ മിനിമൽ രീതിയിലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾക്ക് ഗ്രീനറിക്ക് ഒത്തിരി അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാ നുക്ക് ആൻഡ് കോർണറിലും നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വീഡിയോസിൽ. ഇപ്പോൾ ലിവിങ് റൂമിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫോർമൽ ലിവിങ് കഴിഞ്ഞ് ഫാമിലിയിലേക്ക് കയറുമ്പോൾ ചെറിയ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ സൈഡിലും നമ്മൾ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ലഷ് ഗ്രീനറി ഉണ്ട്. അവിടെ നിന്ന് ഫാമിലി ലിവിങ്ങിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ സെയിം പാറ്റേൺ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു പ്രെയർ റൂമുണ്ട്. ഈ ഫാമിലി ലിവിങ്ങിന് നമ്മൾ നേരെ ചെല്ലുന്നതാണ് നമ്മളുടെ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൈനിങ് സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടിയാടുണ്ട്, ഫാമിലി ലിവിങ്ങിൻ്റെ സൈഡിലും കൂട്ടിയാടുണ്ട്. ഇവിടെ 2 കൂട്ടിയാടും 4 ബാൽക്കണിയുമാണ് ഈ വീട്ടിനുള്ളത്. 2 ബെഡ്റൂം താഴെ, 2 ബെഡ്റൂം മേളിൽ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. അതാണ് ഈ ഇവിടുത്തെ ഒരു ബേസിക് ലേ ഔട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളിവിടെ ഓപ്പണിംഗ് വിൻഡോസ് എല്ലാം മാസീവായിട്ടുള്ള ഓപ്പണിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. അത് മാക്സിമം നമ്മൾ വോൾസിൻ്റെ പെർസെൻറ്റേജ് കുറച്ചിട്ട് മാക്സിമം വലിയ മാസീവ് ഓപ്പണിങ്സ് കൊടുത്തിട്ട് പുറത്തുള്ള ലാൻഡ്സ്കേപ്പ് മുഴുവനും നമ്മൾക്ക് അകത്തിരുന്നാലും ആക്സസിബിൾ ആണ് അല്ലെങ്കിൽ വ്യൂവിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ഓപ്പണിങ്സും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻഡ് ഓഫ് ദി ഡേ ക്ലയൻറ്റിന് വേണ്ടിയിരുന്നതും അതുതന്നെയാണ്. ഒരു അടച്ച് ഉറപ്പുള്ള ഒരു വീട് എന്നുള്ളതിനേക്കാൾ ഓഫ് കോഴ്സ് അടച്ചുറപ്പും സെക്യൂരിറ്റി എല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് പുറത്തുള്ള ലാൻഡ്സ്കേപ്പ് വീടിൻ്റെ ഏത് കോർണറിൽ ഇരുന്നാലും ആക്സസിബിൾ ആവണം, കാണാൻ പറ്റണം എന്നുള്ളത്
ക്ലയൻറ്റിൻ്റെ ഒരു പ്രൈമറി റിക്വയർമെൻറ്റ് തന്നെയായിരുന്നു. അത് നമ്മൾക്കിവിടെ 100% അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീടിൻ്റെ ഒരു ഓവറോൾ കളർ തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വൈറ്റ്, പിന്നെ ഒരു ടീക്കിൻ്റെ ഷെയ്ഡ്, പിന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രീനിൻ്റെയും പിങ്കിൻ്റെയും പല വേരിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു പോപ്പ് ഓഫ് ഗ്രീനും പിങ്കും വരുന്ന പോലെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമും ഈ ഷെയ്ഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളത്. ചെറിയ ഗ്രേയിൻ്റെ ടിൻറ്റും നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കുറച്ച് പാനലിലാണെങ്കിലും ഫർണിച്ചറിലാണെങ്കിലും ഡോറിലൊക്കെ ആയിട്ട് കുറച്ച് ജോമെട്രിക്കൽ ലൈൻസും പല ഫോംസ് ഓഫ് ആർച്ചസും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈവൻ നിങ്ങൾക്ക് കാർപ്പറ്റിൽ വരെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ 2 കോർട്ട്യാർഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കോർട്ട്യാർഡ് നമ്മൾ ഈ ഇരിക്കുന്ന ബുദ്ധൻ്റെ തീമിലുള്ള ഒരു കോർട്ട്യാർഡാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫിഷിനുള്ള ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ കോർട്ട്യാർഡാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലി സ്പേസ് ആയിട്ട് ഡൈനിങ്ങിൽ നിന്ന് കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അടുത്ത കോർട്ട്യാർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ഡൈനിങ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ സീറ്റിംഗ് ഒക്കെ കിട്ടുന്ന രീതിക്കാണ് ഈ വീട്ടിൽ. അതുപോലെ ഒത്തിരി ഇൻഫോർമൽ സീറ്റിംഗ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് വർത്തമാനം പറയാനും സംസാരിക്കാനും ഇൻട്രാക്ഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അങ്ങനെ ഈ 2 കോർട്ട്യാർഡും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു മോഡേൺ ട്രോപ്പിക്കൽ ശൈലിയിൽ ചെയ്തൊരു വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇതൊരു പ്രീവിയസ് ജനറേഷനിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഒരു പഴമ ഇഷ്ടപ്പെടുന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്ലോ പ്രൂഫും, നമ്മളിവിടെ കുറച്ച് ബ്രിക്കിൻ്റെ ജാളിയാണെന്നുണ്ടെങ്കിലും ബ്രിക്കിൻ്റെ ടെക്സ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഴമ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ടെക്സ്ചേഴ്സാണ്. കുറച്ച് റസ്റ്റിക് ആയിട്ട് വരുന്ന ടെക്സ്ചേഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ കറൻറ്റ് ജനറേഷനിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു മോഡേൺ ട്രോപ്പിക്കൽ സ്റ്റൈലിലുള്ള വീട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തുഷാലയം ഒരു പ്രോജക്റ്റ് മാത്രം എന്നുള്ളതിനേക്കാൾ ഒരു ഫാമിലിയുടെ വലിയൊരു സ്വപ്നം, കുറേ നാളത്തെ ഒരു സ്വപ്നം, അത് നമ്മൾ ഒരു ക്രിയേറ്റീവ് ഫോമിലാക്കി ഇവരെ കാണിച്ചു കൊടുക്കുകയും അത് നമ്മൾ അങ്ങനെ തന്നെ ബിൽഡ് ചെയ്ത് റിയലൈസ് ചെയ്ത് ഇവർക്ക് ഒരു ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റുകയും അത് അവർ ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.